ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ആ സന്ദേശം തുടരുകയാണ്. അശരണാം യദി മാം ത്വം ഉപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാ സുതനോരതനോദ് ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. യദി ത്വം ഇനിയൊരു പക്ഷേ അങ്ങ് അശരണാം അന്യ ആശ്രയമില്ലാത്ത മാം എന്നെ ഉപേക്ഷസേ അങ്ങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ, എന്റെ ഈ അപേക്ഷ അങ്ങ് തള്ളിക്കളയുകയാണെങ്കിൽ, അഹം ഞാൻ സപതി ഒട്ടും താമസിക്കാതെ ജീവിതം ജഹാമിയേവ എന്റെ ജീവൻ ഞാൻ കളയുക തന്നെ ചെയ്യും. ഞാൻ ഒരു നിമിഷം പോലും പിന്നെ ജീവിച്ചിരിക്കില്ല. ഇപ്രകാരം സുതനോഹോ നല്ല ശരീരമുള്ള സുന്ദരിയായിട്ടുള്ള ആ രുക്മിണിയുടെ ഗിരാ വാക്കുകളെ അറിയിച്ച് അയം സുഹൃത്ത് ആ ബ്രാഹ്മണ സുഹൃത്ത് തവ ഹൃദയം ഭഗവാനെ അങ്ങയുടെ ഹൃദയവും ഇത് കേട്ടിട്ട് ഭൃശം കാതരം അത്യധികം കാതര ഹൃദയമുള്ളവൻ, അതുപോലെ ഭഗവാനും ആ ഒരു പ്രേമ വിരഹം തോന്നിത്തുടങ്ങി. അങ്ങനെ അതനോത് അങ്ങനെ ആയിത്തീർന്നുവല്ലോ. അപ്പൊ രുക്മിണി യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് ദ്വാപരയുഗത്തിലുള്ള രുക്മിണിയും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം. കാരണം ഇവിടെ രുക്മിണി തന്റെ കല്യാണത്തിന്റെ തലേന്നാണ് ഭഗവാന് ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തയക്കുന്നത്. നാളെ എന്റെ കല്യാണമാണ്, എത്രയും പെട്ടെന്ന് വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതായത് എന്നെ കടത്തിക്കൊണ്ടുപോകണം, അല്ലാതെ ഇവിടെ ആരും കല്യാണം കഴിപ്പിച്ച് തരില്ല. മാത്രമല്ല ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എവിടെ വെച്ച് എങ്ങനെ വരണം എന്നുകൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ നാളെ സ്വയംവരത്തിന് മുൻപേ അംബികാ ക്ഷേത്രത്തിൽ പോകും, അപ്പോൾ ഭഗവാൻ അവിടെ വന്നാൽ മതി. മാത്രമല്ല കുറച്ച് സൈന്യബലമൊക്കെ കരുതിക്കോളൂ എന്നുകൂടെ രുക്മിണി പറയുന്നുണ്ട്. കാരണം ഇവിടെ ചേതി രാജാവായ ശിശുപാലൻ മാത്രമല്ല, ആ രാജാവിന്റെ സുഹൃത്തും കൂടിയാണ് ജരാസന്ധൻ. അപ്പൊ ഇവരൊക്കെ സൈന്യസമേതമാണ് ഇവിടെ വരിക. അപ്പൊ ഒരു പക്ഷേ ഒരു ചെറിയ യുദ്ധം തന്നെ നടന്നേക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളോടും കൂടെ തന്നെ ഭഗവാൻ വരണം എന്നുകൂടെ രുക്മിണി പറഞ്ഞയക്കുന്നുണ്ട്. എല്ലാറ്റിനും അപ്പുറമാണ് അറ്റ കൈയായിട്ട് പറയുന്നത്, ഒരു പക്ഷേ അങ്ങ് എന്റെ ഈ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ എന്റെ ജീവൻ ഞാൻ കളയുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള ആ രുക്മിണിയുടെ സന്ദേശം കേട്ടപ്പോൾ ആ ഭഗവാനും, ആ ഭാഗവതത്തിൽ പറയുന്നത് ഇതിനു മുമ്പേ തന്നെ ഭഗവാൻ രുക്മിണിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് രുക്മിണിയിൽ ഭഗവാനും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് ഈ ഒരു സന്ദേശം കേട്ടതിന് ശേഷം രുക്മിണിയിൽ ആ ഭഗവാനും അതേ ഒരു അവസ്ഥ, അതേ ഒരു അനുരാഗം രുക്മിണിയിൽ ഉണ്ടായി വന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ 4ാമത്തെ വരി നോക്കൂ. സുഹൃത് അയം സുഹൃദയം, പിന്നീടുള്ളത് ഹൃദയം.
ആ സുഹൃത് അയം എന്നത് അയം സുഹൃത്ത് എന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഹൃദയം ഹൃദയം എന്ന ആ രണ്ട് വാക്കുകൾ അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നാം. ശ്ലോകം 8. അശരണാം യതി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാ സുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. ഹരിശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും നാരായണീയ ഉപാസകർക്കും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ആത്മാക്കളെ നമസ്കരിക്കുന്നു. അശരണരും ആലംബമില്ലാത്തവരും ആരെ ആശ്രയിക്കണം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കെപ്പോഴും കൂട്ടുണ്ടാവുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു, നമുക്കെപ്പോഴും സഹായമാവുന്നു എന്ന് വിചാരിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ പലപ്പോഴും അവരൊക്കെ തന്നെയാവും നമ്മളെ ആദ്യം ഉപേക്ഷിക്കുക. പലപ്പോഴും നമ്മൾ നിസ്സഹായാവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ആ സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനാണ്, വേറെ ആരും ഉണ്ടാവില്ല. ഈ ഒരു തത്വം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ നാരായണീയത്തിലെ ശ്ലോകം 8 എടുത്തു കഴിഞ്ഞാൽ രുക്മിണി ദേവിയുടെ പ്രേമലേഖനം വായിച്ച് കേൾപ്പിക്കുകയാണ് ഇവിടെ ബ്രാഹ്മണൻ. രക്ഷിക്കണം, അവിടുന്ന് ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഏക പതിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ ശേഷം നേരിലല്ലോ പറയുന്നത്, ഭഗവാനെ കണ്ടിട്ടുള്ളതായിട്ടും പറയുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ കുടുംബക്കാർ മുഴുവൻ ഈ രുക്മിണിയുടെ തീരുമാനത്തിനെ അനുകൂലിക്കുന്നുണ്ട് പല കാരണങ്ങളെ കൊണ്ട്. എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്ത് എന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ല, എൻ്റെ വിഷം അറിയുന്നവരും ആരുമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ആരും ശരണമില്ലാതിരിക്കുകയാണ്. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇതൊരു ജീവാത്മാവിൻ്റെ അവസ്ഥയാണ് പലപ്പോഴും, അശരണം. എന്നിട്ട് പറയാണ്, ഏയ് ഭഗവാൻ, അവിടുന്ന് എന്നെ, ഈ ശ്രീകൃഷ്ണ എന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ, അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, എൻ്റെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ, എന്നെ രക്ഷിക്കാൻ വിമുഖത്വം കാണിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റു പോംവഴികളൊന്നുമില്ല, എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക തന്നെ തരുള്ളൂ എന്ന് വച്ചാൽ ഭഗവാൻ കൈയൊഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു രക്ഷയും ആർക്കും ഇല്ല എന്നർത്ഥം. അതാണ് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവീന രക്ഷ രക്ഷ ജനാർദ്ദന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വല്ല വ്രതം എടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക തപസ് ചെയ്തുകൊണ്ടോ എൻ്റെ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കും. കാരണം മറ്റൊരു ഭാഗത്ത് പറയുന്നതായി കേട്ടിട്ടുണ്ട്, എത്ര ജന്മെടുത്താലും ഞാൻ അവിടുത്തെ തന്നെ പ്രാപിക്കുള്ളൂ എന്ന് പറഞ്ഞതായിട്ട് ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. ഇവിടെ അതല്ല, ഇത് കാലോചിതമായിട്ട് തോന്നും. ഇച്ഛാഭംഗം വന്നു, നിരാശ വന്നു പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് മനസ്സ് പോകുന്നു എന്നുള്ളതായ ആനുകാലിക കാര്യങ്ങൾ, ആനുകാലിക പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക ഈശ്വരനെ. അതും വളരെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് ബ്രാഹ്മണൻ ആ ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് ഭഗവാനെ. കാരണം രുക്മിണിയുടെ എല്ലാ വിഷമങ്ങളും ബ്രാഹ്മണനറിയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ലൊരു സന്ദേശവാഹകനാണ് ഈ ബ്രാഹ്മണൻ. ഭഗവാന്റെ മനസ്സിനെ, ഹൃദയത്തിനെ കാതരമാക്കി തീർക്കാവുന്ന തരത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഭാഗം ബ്രാഹ്മണൻ അവതരിപ്പിച്ചത് ഭഗവാന്റെ മുമ്പിൽ. ആ അവതരണത്തിൻ്റെ വിശേഷം കൊണ്ട് തന്നെ ഭഗവാന് പോലും സംശയമായി ഇത്രേ
ഈ രുക്മിണി വല്ല അത്യാഹിതവും ചെയ്യൂ, വല്ല കടുകയും ചെയ്യുമെന്ന് തോന്നിയിരിക്കാം. അത്രയും നന്നായിട്ടാണ് പറയണത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, അവസ്ഥകളെ അവതരിപ്പിക്കുന്നത് തന്മയത്വത്തോടു കൂടിയായിരിക്കണം. എന്തെങ്കിലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ കാര്യം നടക്കില്ല. പറയേണ്ട ആളോട് പറയേണ്ട വിധത്തിൽ, പറയേണ്ട സമയത്ത്, പറയേണ്ട സ്ഥലത്ത് വെച്ച് പറയണം. ഇവിടെ അതിസുന്ദരമായിട്ട് ബ്രാഹ്മണൻ അത് അവതരിപ്പിച്ചു. അത് ഭഗവാന്റെ മനസ്സിനെ ശരിക്കൊന്ന് ഇളക്കി വിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ഭഗവാനിലെ കാരുണ്യം ഉണ്ടാവുകയാണ് ആ ഭാഗം കേട്ടപ്പോൾ. അതോടുകൂടി അവൻ നിശ്ചയിക്കുന്നുണ്ട് തന്നെ ആശ്രയിച്ചതായ രുക്മിണി. മാത്രമല്ല അത് ലക്ഷ്മിയാണത്, ഭഗവാൻ നാരായണനുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണ് കൃഷ്ണാവതാരത്തിൽ. രസകരമായൊരു കഥാസന്ദർഭമാണിത്. നമുക്കും പറയാനുള്ളത്, ഈ ഗുരുവായൂരപ്പ വേറെ ആരുമില്ല ആശ്രയമായിട്ട്. ആശ്രയമുണ്ടെന്ന് കരുതിയവരൊന്നും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ജീവാത്മാവിന് വരുമ്പോൾ ശക്തമായിട്ടുള്ളതായൊരു ആശ്രയബോധം, ഭഗവാനൊരു ആശ്രയബോധവും അതുപോലെ വിശ്വാസവും നമുക്കുണ്ടാവണം. അത് നമുക്ക് വലിയൊരു രക്ഷയായിട്ട് മാറും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഭഗവാന്റെ മനസ്സിനെ ഒന്ന് ഉലച്ചു ബ്രാഹ്മണൻ ഭംഗിയായിട്ട്. ഇനി എന്താ ഭഗവാൻ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കാനുള്ളത്. ഹരിശരണം.